ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. അതായത് ഫംഗ്ഷൻ കോളിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഒന്ന് കോൾ ബൈ വാല്യൂ, അത് രണ്ടാമത് കോൾ ബൈ റെഫറൻസ്. ഇപ്പം നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. വാട്ട് ഈസ് ആക്ച്വൽ പാരാമീറ്റർ ആൻഡ് ഫോർമൽ പാരാമീറ്റർ? ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോളിനുള്ളിൽ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ y ഈക്വൽ ടു ആഡ് എ കോമ ബി, ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഫോർമൽ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ളിലുള്ള പാരാമീറ്റേഴ്സിനാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഡ് എന്ന് പറയുന്ന കോൾ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് റൈറ്റ് സൈഡിൽ. ഇൻഡ് ആഡ്, ഇൻഡ് പി കോമ ഇൻഡ് ക്യൂ. ബാക്കി അതിന് താഴെയുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇൻഡ് പി ആൻഡ് ഇൻഡ് ക്യൂ, ദിസ് ഈസ് ദ പാരാമീറ്റേഴ്സ് used inside the function definition. So that p and q is said to be the formal parameter. അപ്പോൾ നമ്മൾ കോൾ ബൈ വാല്യൂ വെച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിവിടെ y ഈക്വൽ ടു ആഡ് എ കോമ ബി കോൾ ബൈ വാല്യൂ ആണ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ. ഈ കോൾ ബൈ വാല്യൂ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സിലെ വാല്യൂ ഫോർമൽ പാരാമീറ്റേഴ്സിൽ കോപ്പി ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എ ആൻഡ് ബി ആണ്, ഫോർമൽ പാരാമീറ്റേഴ്സ് പി ആൻഡ് ക്യൂ ആണ്. അപ്പോൾ എയിലെ വാല്യൂ പിയിലേക്ക് കോപ്പി ചെയ്യും, ബിയിലെ വാല്യൂ ക്യൂയിലേക്കും കോപ്പി ചെയ്യും. ഇത് കോപ്പി ചെയ്യുന്നത് കൊണ്ട് എ ആൻഡ് ബിയിലെ വാല്യൂ നഷ്ടപ്പെടുന്നില്ല. ഈ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെമ്മറി ലൊക്കേഷനാണ്. അതുപോലെ തന്നെ പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ അനദർ 2 മെമ്മറി ലൊക്കേഷൻസ് ആണ്. അപ്പോൾ എയിലെ വാല്യൂ പിയിലേക്കും ബിയിലെ വാല്യൂ ക്യൂയിലേക്കും കോപ്പി ചെയ്യും. ഇനി കോൾ ബൈ വാല്യൂ, here values of actual parameters will be copied to formal parameters, and then these two different parameters store the values in different locations. നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഇൻഡ് എക്സ് ഈക്വൽ ടു 10, വൈ ഈക്വൽ ടു 20. എക്സിനും വൈനും രണ്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ആക്ച്വൽ പാരാമീറ്റർ. നമ്മൾ ആഡ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ് ആൻഡ് വൈ ആണ് ഫംഗ്ഷൻ കോളിങ്ങിൽ കൊടുക്കുന്നത്. ആ ഫംഗ്ഷൻ കോളിങ്ങിൽ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു ആഡ് ഇൻഡ് എ കോമ ബി. അപ്പോൾ അവിടെ ഇൻഡ് എ ഇൻഡ് ബി, ഇതാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എക്സിനും വൈക്കും വാല്യൂ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് മെമ്മറി ലൊക്കേഷൻസ് എക്സ് ആൻഡ് വൈ, അതിൽ 10 and 20 എന്ന വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഈ എക്സിലെയും വൈയിലെയും വാല്യൂസ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എ ആൻഡ് ബിയിലേക്ക് കോപ്പി ചെയ്യണം. അങ്ങനെ കോപ്പി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എ ആൻഡ് ബി എന്ന് പറയുന്നത് അനദർ 2 മെമ്മറി ലൊക്കേഷൻസ് ആണ്. വേറെ രണ്ട് മെമ്മറി ലൊക്കേഷനാണ് എ ആൻഡ് ബി. ഈ എ ആൻഡ് ബി എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് കോപ്പി ചെയ്യപ്പെടും. അപ്പോൾ എ ആൻഡ് ബിയിലും ഈ 10, 20 എന്ന വാല്യൂസ് അസൈൻ ആകും. അത് എക്സിന്റെ വാല്യൂ 10 എയിലേക്ക് അസൈൻ ചെയ്യും, വൈയുടെ വാല്യൂ 20 ബിയിലേക്ക് അസൈൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷന് കൊടുത്തിരിക്കുന്നത് എ ഈക്വൽ ടു എ പ്ലസ് 50 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എ ഈക്വൽ ടു എ പ്ലസ് 50 എന്ന് പറയുമ്പോൾ എയിൽ ഓൾറെഡി 10 വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 50 ആഡ് ചെയ്യുമ്പോൾ എയിലെ വാല്യൂ 60 ആവും. അടുത്ത് ബി ഈക്വൽ ടു ബി പ്ലസ് 50, ബിയിൽ നമ്മൾ 20 അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 20 + 50 ബിയിലെ വാല്യൂ 70 ആവും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക് ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ
വാല്യൂസ് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ അതേപടി 10 and 20 ഇരിപ്പുണ്ട്. എന്നാൽ ഫോർമൽ പാരാമീറ്റേഴ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ചിട്ട് അതിന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ എക്സിന്റെ വാല്യൂ ഇനി മെയിൻ ഫംഗ്ഷനിൽ വന്ന് മെയിൻ പ്രോഗ്രാമിൽ വന്ന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുമ്പോൾ 10 എന്ന് പ്രിന്റ് ചെയ്യും. വൈ ഈക്വൽ ടു വൈ എന്ന് പറയുന്ന സമയത്ത് വൈ ഈക്വൽ ടു 20 എന്ന് പ്രിന്റ് ചെയ്യും. കാരണം എക്സിന്റെയും വൈയുടെയും വാല്യൂവിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ എക്സ് ഈക്വൽ ടു 10 ആൻഡ് വൈ ഈക്വൽ ടു 20 എന്ന് തന്നെ വരും. എന്നാൽ അതേസമയം നമ്മൾ എ ആൻഡ് ബിയുടെ വാല്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എ ആൻഡ് ബിയുടെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ 10, 20 അത് ചേഞ്ച് ചെയ്ത് എ ഈക്വൽ ടു എ പ്ലസ് 50 50 പ്ലസ് 10 60 ആവും. അതുപോലെ തന്നെ ബി ഈക്വൽ ടു ബി പ്ലസ് 50 അത് നമ്മൾ ബിയിൽ 20 അസൈൻ ചെയ്ത് കൊടുത്തിരുന്നു. പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിൻ്റെ കൂടെ 50 ആഡ് ചെയ്തിട്ട് ബി ഈക്വൽ ടു 70 എന്നും വരും. അപ്പം ഇതാണ് കോൾ ബൈ വാല്യൂ. കോൾ ബൈ വാല്യൂവിൽ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കോൾ ബൈ റെഫറൻസ് മെത്തേഡാണ്. Here in call by reference method, both actual parameters and formal parameters share the same memory locations. Any changes made to the formal parameters will get reflected to actual parameters. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്റേഴ്സിനും സെയിം മെമ്മറി ലൊക്കേഷനാണ് ഷെയർ ചെയ്യുന്നത്. പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷെ ലൊക്കേഷൻ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫോർമൽ പാരാമീറ്റേഴ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അതെല്ലാം ആക്ച്വൽ പാരാമീറ്റേഴ്സിനും റിഫ്ലക്റ്റഡ് ആവും. അതായത് ചേഞ്ചസ് മെയ്ഡ് ടു ഫോർമൽ പാരാമീറ്റേഴ്സ്, എന്തെങ്കിലും ചേഞ്ച് ഫോർമൽ പാരാമീറ്റേഴ്സിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ചസ് എല്ലാം ആക്ച്വൽ പാരാമീറ്റേഴ്സിലും റിഫ്ലക്റ്റഡ് ആവും. ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് വാല്യൂസ് വി പാസ് അഡ്രസ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്ററിന്റെ അഡ്രസ്സാണ്, നോട്ട് ദ വാല്യൂ. കഴിഞ്ഞ കോൾ ബൈ വാല്യൂവിൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആണെങ്കിൽ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ പാസ് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്ററിന്റെ അഡ്രസ്സാണ്. അഡ്രസ് മീൻസ് ദ മെമ്മറി ലൊക്കേഷൻ വേർ ദ ആക്ച്വൽ പാരാമീറ്റർ വാല്യൂ ഓഫ് ആക്ച്വൽ പാരാമീറ്റർ ഈസ് സ്റ്റോർഡ്. എവിടെയാണോ ആക്ച്വൽ പാരാമീറ്റേഴ്സിലെ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിന്റെ മെമ്മറി ലൊക്കേഷനാണ് അല്ലെങ്കിൽ അഡ്രസ്സാണ് ഇതിൽ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ഫോർമൽ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾസോ റിഫ്ലക്ട് ഇൻ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ബിക്കോസ് ബോത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് ഷെയർ ദ സെയിം മെമ്മറി ലൊക്കേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻഡ് എക്സ് ഈക്വൽ ടു 10 വൈ ഈക്വൽ ടു 20. ഈ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ നമ്മൾ പാസ് ചെയ്യുന്നത് നെയിം ആംബേഴ്സൺ എക്സ് കോമ ആംബേഴ്സൺ വൈ, അതായത് എക്സ് ആൻഡ് വൈ എന്നല്ല കൊടുക്കുന്നത്. നെയം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നെയിമാണ്. നെയം എക്സ് കോമ വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾ ബൈ വാല്യൂ മെത്തേഡാവും. ഇവിടെ നമ്മൾ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആയതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് നെയം എക്സ് കോമ വൈ വി ആർ കോളിംഗ് നെയം ആംബേഴ്സൺ എക്സ് കോമ ആംബേഴ്സൺ വൈ. ഇവിടെ ഈ ആംബേഴ്സൺ എന്ന ഓപ്പറേറ്റർ ദാറ്റ് ഇസ് കോൾഡ് അഡ്രസ് ഓപ്പറേറ്റർ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് അഡ്രസ് ഓഫ് ദ വേരിയബിൾ എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ വേരിയബിൾസിന്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ താഴെ നോക്കി കഴിഞ്ഞാൽ അറിയാം എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ 2 മെമ്മറി ലൊക്കേഷനാണ്. എക്സിന്റെ അഡ്രസ്സ് 1000 വൈയുടെ അഡ്രസ്സ് 2000 ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മളിവിടെ പാസ് ചെയ്യുന്ന എക്സിലെ വാല്യൂ 10 വൈയുടെ വാല്യൂ 20 ആണ്. നമ്മളിവിടെ നെയിം ഓഫ് ആംബേഴ്സൺ എക്സ് കോമ ആംബേഴ്സൺ വൈ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്നത് വാല്യൂസ് അല്ല, ഈ 10, 20 എന്ന് പറഞ്ഞ വാല്യൂസ് അല്ല പാസ് ചെയ്യുന്നത്, മറിച്ച് എക്സ് ആൻഡ് വൈയുടെ അഡ്രസ്, അതായത് 1000 and 2000 അതിന്റെ അഡ്രസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഈ അഡ്രസ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അറിയാം വോയിഡ് മെയിൻ ഇൻഡ് സ്റ്റാർ P1 ഇൻഡ് സ്റ്റാർ P2. നമ്മൾ ഇവിടെ ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഫോർമൽ പാരാമീറ്റർ ഈസ് represented using a star symbol. Instead of writing name into P1 into P2,
we have written int star p1 and int star p2. ഇതിന് കാരണം നമ്മളിവിടെ പാസ് ചെയ്യുന്നത് ആക്ച്വൽ പാരാമീറ്ററിൻ്റെ അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് പാസ് ചെയ്യുന്ന സമയത്ത് അത് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് റിസീവ് ചെയ്യുന്ന ടൈപ്പ് വേരിയബിൾസ് ആയിരിക്കണം. അങ്ങനെ അഡ്രസ്സ് റിസീവ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെ പറയുന്ന പേരാണ് പോയിന്റർ വേരിയബിൾ. ഈ പോയിന്റർ വേരിയബിൾസ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. But here star p1 and star p2, two variables are used. These two variables are called pointer variables. അത് എന്ത് ടൈപ്പ് പോയിന്റർ ആണ്? ഇൻഡിജർ ടൈപ്പ് പോയിന്റർ വേരിയബിൾ ആണ്. ഇൻഡിജർ പോയിന്റർ വേരിയബിൾസ് ആണ് ഈ p1 and p2. Since we are entering the address of two memory locations, we are using two integer pointer variables. ഈ ഇൻഡിജർ പോയിന്റർ വേരിയബിളിലേക്ക് അപ്പോൾ നമ്മൾ p1ലേക്ക് 1000 പാസ് ചെയ്യും, p2ലേക്ക് 2000 പാസ് ചെയ്യും. കാരണം നമ്മൾ ആക്ച്വൽ പാരാമീറ്ററിന്റെ അഡ്രസ്സാണ് ഈ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നത്. ഹിയർ p1 and p2 or star p1 and star p2 are the formal parameters. ഈ ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുക്കുന്ന ഫോർമൽ പാരാമീറ്റർ ആണ്. ഈ ഫോർമൽ പാരാമീറ്റർ ഇൻഡിജർ ടൈപ്പ് വേരിയബിൾ ആണെന്ന് മാത്രം. അപ്പോൾ അവിടെ ഈ p1ലേക്ക് അഡ്രസ് ഓഫ് x ദാറ്റ് ഈസ് 1000 ഈസ് സ്റ്റോർഡ് ആൻഡ് p2ലേക്ക് അഡ്രസ് ഓഫ് y ദാറ്റ് ഈസ് 2000 ഈസ് പാസ്. ഇപ്പം ഇത് ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോക്കി കഴിഞ്ഞാൽ അറിയാം സ്റ്റാർ p1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ഓഫ് x തന്നെയാണ്. ഈ p1ലെ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് ഓഫ് x ആണ്. അതുപോലെ p2ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ് ഓഫ് y ആണ്. ദാറ്റ് ഈസ് 2000, നോട്ട് ദ വാല്യൂ. എക്സ് ആൻഡ് വൈയുടെ വാല്യൂ അല്ല, എക്സ് ആൻഡ് വൈയുടെ അഡ്രസ്സാണ് p1 ആൻഡ് p2 എന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നത്. ഇത് ഈ അഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഈ p1 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ ദാറ്റ് വിൽ പോയിന്റ് ടു ദ ആക്ച്വൽ പാരാമീറ്റർ x. അതുപോലെ തന്നെ p2 എന്ന വേരിയബിൾ പോയിന്റർ വേരിയബിൾ വിൽ പോയിന്റ് ടു ദ ആക്ച്വൽ പാരാമീറ്റർ y. ഈ p1ഉം p2ഉം പോയിന്റ് ചെയ്യുന്നത് എക്സ് ആൻഡ് വൈ ആക്ച്വൽ പാരാമീറ്റേഴ്സിലേക്കാണ്. അപ്പോൾ എന്താണ് p1 ഇപ്പൊ അഡ്രസ് ഓഫ് എക്സ് ആണ്, p2ലെ അഡ്രസ് ഓഫ് y ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റാർ p1 ഈക്വൽ ടു 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ p1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p1 എവിടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിലെ വാല്യൂ 50 ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പൊ p1 ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത് അഡ്രസ് ഓഫ് എക്സ് ആണ്, ദാറ്റ് ഈസ് 1000. അപ്പോൾ എന്തുണ്ടാവും? എക്സിലെ വാല്യൂ വിൽ ചേഞ്ച് ടു 50. അതുപോലെ തന്നെ സ്റ്റാർ p2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പോയിന്റിങ് ടു ദ ആക്ച്വൽ പാരാമീറ്റർ y. അതായത് p2ലെ അഡ്രസ്സ് 2000 ആണ്, അല്ലെങ്കിൽ p2ലെ വാല്യൂ 2000 ആണ്. ആ 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ആക്ച്വൽ പാരാമീറ്റർ y. വൈയുടെ അഡ്രസ്സാണ് p2ലെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് p2 ഈസ് പോയിന്റിങ് ടു ദ ആക്ച്വൽ പാരാമീറ്റർ y. അപ്പോൾ സ്റ്റാർ p2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p2 എന്ന് പറഞ്ഞ മെമ്മറി വേരിയബിളിലെ വാല്യൂസ് 75 ആക്കി ചേഞ്ച് ചെയ്യാനായിട്ട് അതിൽ അസൈൻ ചെയ്യും. അപ്പോൾ എന്ത് വരും? ഈ വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് അത് 75 എന്ന് ആകും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ലാസ്റ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ എക്സ് ആൻഡ് വൈയുടെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 50 ആൻഡ് 75 എന്നായി മാറിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഇവിടെ പോയിന്റ് വേരിയബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് വാല്യൂ വി ഹാവ് പാസ്ഡ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ പാസ് ചെയ്തുകൊണ്ട് ആ ഫോർമൽ പാരാമീറ്റേഴ്സിലെ വാല്യൂസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ആക്ച്വൽ പാരാമീറ്റർ. ഇപ്പോൾ എക്സ് ആൻഡ് വൈയിലെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് 50 ആൻഡ് 75 എന്ന് മാറിയിരിക്കും. അത് നമ്മൾ എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് ഒന്നും നമ്മൾ അതായത് ആക്ച്വൽ പാരാമീറ്റേഴ്സ് വാല്യൂസ് ഒന്നും ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് പാസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും എന്താകും? ഫോർമൽ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ആക്ച്വൽ പാരാമീറ്റർ. ഇപ്പോൾ
എക്സ് 10 വൈ 20 ആയിരുന്നു ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ. ആ എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് നമ്മൾ പാസ് ചെയ്തിട്ടില്ല. ബട്ട് ഫോർമൽ പാരാമീറ്റേഴ്സിൽ വരുത്തിയ ചേഞ്ച് ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ റിഫ്ലക്ട് ചെയ്ത് ആ ഫോർമൽ പാരാമീറ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന ആ വാല്യൂസ്, ആ P1 50 കൊടുത്തു, അതുപോലെ P2 75 കൊടുത്തത് ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതാണ് കോൾ ബൈ റഫറൻസ് മെത്തേഡ്. ഇപ്പോൾ ഫംഗ്ഷൻ കോളിംഗ് ബൈ റഫറൻസ്. റഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് മെമ്മറി അല്ലെങ്കിൽ ആ വേരിയബിൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അഡ്രസ് ഓഫ് ദാറ്റ് വേരിയബിൾ ഓർ ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് ദാറ്റ് വേരിയബിൾ. ആ മെമ്മറി ലൊക്കേഷനാണ് കോൾ ബൈ റെഫറൻസിൽ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സി ഔട്ട് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുമ്പോൾ എക്സിൽ ഇപ്പോൾ വാല്യൂ ചേഞ്ച് ചെയ്ത് 50 ആയിട്ടുണ്ടാവും. വൈയിലെ ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈയിലെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് 75 ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതിലെ വാല്യൂസ് ആക്ച്വൽ പാരാമീറ്റേഴ്സിലെ വാല്യൂ ചേഞ്ച് ചെയ്ത് വരും.